ഹലോ, ഗുഡ് മോർണിംഗ്. ദേ നോക്കിയ പുറത്ത് നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ എണീറ്റ് കണി കാണുന്നത് തന്നെ മഞ്ഞാണേ. നമുക്കെന്തായാലും ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കടക്കാം. ഞങ്ങൾ എണീക്കുന്ന മുന്നേ തന്നെ ഇതാ സെമി എണീറ്റിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതാ സർപ്രൈസ് ചെയ്യാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. വേറെ ഒന്നുമില്ല കേട്ടോ, മുട്ട പുഴുങ്ങി വെക്കുന്നത്, പിന്നെ അതിൻ്റെ കൂടെ ക്രോസോനും. നമ്മളിന്ന് സിമ്പിൾ ഫുഡാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ നേരം വൈകിയാണല്ലോ എഡിറ്റ്. അപ്പോൾ പിന്നെ നമുക്കിന്ന് ഹെവി ഫുഡൊന്നുമില്ല. ടാനിക്കുള്ള ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അവനൊരു ദോശയിൽ കുറച്ച് നെയ്യും പഞ്ചസാരയും ഇട്ടിട്ട് ഞാനൊന്ന് കൊടുക്കും. അവന് ദോശ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിതാ പ്രോട്ടീനായിട്ട് ഒരു എഗ്ഗ് വെക്കുന്നുണ്ട്. നമ്മളിന്ന് പുറത്ത് പോകാനൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അവന് കാര്യമായിട്ട് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ വേറൊന്നും നോക്കണ്ടല്ലോ. അപ്പോൾ അവനിതാ വിശന്നിട്ടുണ്ട് കേട്ടോ. അത് അവന് ഫോർക്കും തിരഞ്ഞ് നടക്കുന്നുണ്ട്. അവൻ ഒറ്റക്ക് കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും ഞാൻ അവന് ഫുഡൊന്ന് കൊടുക്കട്ടെ. ഓക്കെ, നീ ചെയർ പോയിരിക്കും. ഇത് നമുക്ക് ചെയർ പോയിരിക്കാം. ഇന്ന് എന്തായാലും നമ്മൾ ലൈറ്റ് ഫുഡാണ് കഴിക്കുന്നത്. ഒരു യോഗട്ട് ഉണ്ട്, ക്രോസോൻ ഉണ്ട്, പിന്നെ കട്ടൻ ചായ ഉണ്ട്. നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്തിട്ടുണ്ടല്ലോ, അതിതാ ഈ ഷെസ്വാൻ ചട്ടിനില്ലേ, ഇത് വെച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഇന്നലെ ഞങ്ങൾ ജസ്റ്റ് വെറുതെ ഒരു ഡിപ്പായിട്ടൊന്ന് കഴിച്ചു നോക്കിയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് കഴിക്കാറ്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാൻ വിചാരിക്കുന്നത് നല്ല മഞ്ഞുള്ള ദിവസമാണ് കേട്ടോ. അപ്പം നമ്മൾ കുട്ടികളിതാ വിൻ്ററിൽ പുറത്ത് ഇറക്കാതെ ഇങ്ങനെ വീട്ടിലിരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഒരു മടിയാണല്ലോ. അപ്പോൾ വിൻ്റർ ആകുമ്പോൾ നമുക്ക് പുറത്ത് കുറച്ച് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചത്. ആ പുറത്ത് എപ്പോഴും മഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പം ശരി, നമുക്ക് പോയേക്കാം. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് അവിടെ മാത്രമല്ല കേട്ടോ, ഇന്ന് നല്ല കാര്യമായിട്ടുള്ള പർച്ചേസും നമുക്കുന്നുണ്ട്. നമുക്ക് കോസ്കോ പോവാം. കോസ്കോയിൽ നമുക്ക് കാര്യമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഒരു 1 വീക്കായിട്ട് ഇവിടെ വീട്ടിലെ സാധനമൊക്കെ തീർന്നിട്ടുണ്ട്. എനിക്കും കൂടെ പോയിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മൾ ഇത്രയും ഡിലേ ആക്കിയത്. അപ്പോൾ ഇന്നേതായാലും പുറത്തിറങ്ങണ്ടല്ലോ. അപ്പം നമുക്ക് അത് സാധനം കൂടി വാങ്ങി നമുക്ക് സ്ലൈഡിങ്ങിലോട്ട് പോവാം. സെമി ഷോപ്പിലോട്ട് പോയിട്ടുണ്ട്. ഞങ്ങളിവിടെ കാറിലിരിക്കുന്നുണ്ട്. അപ്പോൾ ടാനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലോലിപോപ്പാണ് കേട്ടോ. ഇത് ക്രിസ്മസിനാണ് ഇത് സെമി വാങ്ങിച്ചത്. പക്ഷേ ഇതൊരു സാൻഡയുടെ ചോക്ലേറ്റ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് മൂപ്പർക്ക് ഏതായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് എങ്ങനെയോ ഞാൻ എടുത്തു വെച്ചതിന് ഒന്ന് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കാറിലിരിക്കുന്ന ഗ്യാപ്പ് കൊണ്ട് ഇതാ സെമി ഷോപ്പിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മളെ സ്ലെഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വിൻ്ററിന് കുറേ ആക്ടിവിറ്റിയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ സ്കൂളൊക്കെ അവർക്ക് ഓപ്പൺ ചെയ്യുന്ന ടൈം വിൻ്ററിലാണ്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലും ഇതുപോലെ അവർ മഞ്ഞത്ത് കളിപ്പിക്കുക, അങ്ങനത്തെ എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ. നമുക്ക് മഞ്ഞായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ മടിയാണ്. പക്ഷെ ഇവിടെയുള്ള ആളുകൾക്ക് ഒരു മടിയും കാര്യമൊന്നുമില്ല കേട്ടോ. അവർ വിൻ്റർ ആണെങ്കിലും സമ്മർ ആണെങ്കിലും നല്ലോണം എൻജോയ് ചെയ്യും. അവർ വെതറൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്ന ആളുകളാണ്. നമുക്കാണ് പിന്നെയും മടിയുള്ളത്. ഇതാ ഈ ഒരു ഐറ്റം എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? നമ്മൾ സ്നോ ബോൾ ഉണ്ടാക്കില്ലേ, അതിന് പറ്റിയ ഐറ്റമാണ് കേട്ടോ. അപ്പം ഇതും സെമി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ കോസ്കോയിലോട്ട് പോവാം. ഞങ്ങൾ കോസ്കോ ബിസിനസ് സെൻറ്ററിലോട്ടാണ് പോകുന്നത്. ഇത് സെൻറ്റ് കാതറിൻസിലാണ് കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ വരാറുള്ളത്. ചിക്കനൊക്കെ തീരുമ്പോൾ നമ്മൾ കുറേ അങ്ങ് വാങ്ങിക്കും. ഒരു 2 മാസത്തിനോളം നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ച് വെക്കും. ഇടയ്ക്കൊന്നും എപ്പോഴും ഇങ്ങനെ പുറത്ത് കൊണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിക്കനും മീനൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറ്. കുറച്ച് കൂടുതൽ തന്നെ വാങ്ങിച്ചു വെക്കും. അതുമാത്രമല്ല എല്ലാ സാധനങ്ങളും നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങിച്ചു വെക്കാറുണ്ട് കേട്ടോ. സെമിക്ക് എപ്പോഴും ഇങ്ങനെ ഷോപ്പിൽ പോകണമെന്ന് വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നാലും നമുക്ക് പോകേണ്ടി വരും കേട്ടോ. നമ്മൾ ഗ്രോസറി ഒക്കെ എന്തെങ്കിലും തീരാന്നുണ്ടെങ്കിൽ വാങ്ങിക്കും. പക്ഷേ ചിക്കനൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ വാങ്ങിച്ചു വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെജിറ്റബിൾ നോക്കാച്ചിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ ഈ അവക്കാഡോക്ക് ഭയങ്കര കാശെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിത് വാങ്ങിക്കുന്നില്ല. ഇത്രയും കാശ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കണം, നമുക്ക് വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ഇതാ ക്യുക്കുംബർ നോക്കിയപ്പോൾ ക്യുക്കുംബർ മിനി കുക്കുംബർ വാങ്ങിക്കാൻ വെച്ചു. പക്ഷെ അതുമില്ല. ഒണിയൻ ഏതായാലും ഞങ്ങൾ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒണിയൻ വാങ്ങിക്കണ്ട, ടൊമാറ്റോ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ടൊമാറ്റോ ഇത് നമുക്കിതാ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ അത്രയും നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം, അങ്ങനെയാണ് വിചാരിച്ചേ. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട മെയിൻ ഐറ്റമാണ് ഇതാ വീറ്റ് ബ്രെഡ്. ഞാൻ ടാനിക്ക് കൊടുക്കാറും വീറ്റ് ബ്രെഡാണ് കേട്ടോ. മൈദയുടെ ബ്രെഡ് ഞാൻ ഇപ്പോൾ അങ്ങനെ വാങ്ങിക്കാറില്ല. കുട്ടികൾക്ക് അത്ര നല്ല അല്ലല്ലോ കൊടുക്കുന്നത് വിചാരിച്ചിട്ടാണ്. വീറ്റ് ആകുമ്പോൾ നമുക്കും ഹെൽത്തി ആണല്ലോ. പിന്നെ ഇതാ വാട്ടർമെലോൺ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളിന്ന് വാട്ടർമെലോൺ എടുക്കുന്നില്ല. ബനാന തീർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബനാന എടുക്കാം.
നമുക്ക് വീട്ടിൽ എപ്പോഴും പോകുന്ന ഒരു ഐറ്റം ബനാനയാണ് കേട്ടോ. ടാനിക്ക് ഞാൻ പാൻ കേക്ക് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കും, പിന്നെ അതുപോലെ നമ്മൾ ഷെയ്ക്ക് അടിക്കാറുണ്ട്. അങ്ങനെ എല്ലാത്തിലും ബനാന ആവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ വീട്ടിലെ ഒരു മെയിൻ ഐറ്റമാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പാലും മുട്ടയും ചിക്കനും ഒക്കെയാണ്. ഇതിനൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ കോസ്കോയിൽ വരാറുള്ളത്. അപ്പോൾ ചിക്കൻ്റെ റേറ്റ് കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് പറയായിരുന്നു കേട്ടോ. ഇത് നമ്മളിതാ ഈ ഒരു ബോക്സാണ് വാങ്ങിക്കാറുള്ളത്. ഇതെന്താ ലാമ്പ? അങ്ങനെ നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മളൊരു സാധനം കണ്ടത്. ഇതാ കല്ലുമ്മക്കായ കണ്ടു. ഈ ഒരു ഐറ്റം ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് ഇനൂന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവരെന്തായാലും നെക്സ്റ്റ് ഡേ നമ്മൾ വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അതാണ് ഈ ഒരു സാധനം മെയിനായിട്ട് എടുക്കാൻ കാരണം. പിന്നെ നോമ്പല്ലേ വരുന്നത്, നമുക്ക് കുറച്ച് സ്നാക്ക് ഉണ്ടാക്കി ഫ്രോസൺ ആക്കി വെക്കാമല്ലോ. കൂടുതലുണ്ട് എന്നൊക്കെ തോന്നുന്നല്ലേ കല്ലുമ്മക്കായ. നമ്മൾ എടുക്കാറില്ലല്ലോ. അപ്പം അത് മതി. ഒന്ന് പിന്നെ തീരുമ്പോൾ നിങ്ങൾ വേറെ വാങ്ങിച്ചാൽ മതി. സൺലൈറ്റ് ഇതല്ലേ വേണ്ട. ഇത് എത്ര വരുന്നത്? ഇത് എത്ര kg-യാ? 250 ലോഡ്. അതിന് $23 സെയിലുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെജിറ്റബിൾ എന്താന്ന് പറഞ്ഞാൽ അത് ഇതാ ബ്രൊക്കോളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രൊക്കോളി നമ്മൾ ഒരു ബഞ്ചായിട്ട് അങ്ങനെ വാങ്ങിക്കാറില്ലാണ്. പക്ഷെ ഫ്രോസൺ ആയിട്ട് ഇത്രയും വലിയ പാക്ക് കിട്ടുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇത് വാങ്ങിച്ചാൽ മതിയല്ലോ വിചാരിച്ചിട്ട് അതൊന്നും വാങ്ങിച്ചിട്ടുണ്ട്. ടാനി ഗ്ലൂക്കോസ് പൊടി, ടാനിൻ്റെ ഗ്ലൂക്കോസ് പൊടി, ഷബാബ ഗ്ലൂക്കോസ് പൊടി, ഗ്ലൂക്കോസ് പൊടി, ഗ്ലൂക്കോസ് പൊടി, ഗ്ലൂക്കോസ് പൊടി, ഗ്ലൂക്കോസ് പൊടി, ക്രോസ്വാൻ croissant. ഇത് എത്ര വരുന്നത്? എത്ര എണ്ണ ഉണ്ട്? എത്ര എണ്ണ ഉണ്ട്? 30. ഓക്കെ, നിങ്ങൾ എടുത്തോളൂ. എന്താണോ മിച്ചെണ്ണക്ക് എത്ര? 19 അല്ലേ? പിസ്സ. ഓ, ഇവിടെ കോസ്കോയിലാണ് കേട്ടോ നമുക്ക് നല്ല കോക്കനട്ട് വിർജിൻ ഓയിൽ കിട്ടാറ്. അത് മാത്രമല്ല ഇവിടെ നല്ല ഗീ ഉണ്ടെന്ന് കേട്ടു. നമ്മളെ ഫ്രണ്ട്സ് ഇവിടെ നിന്ന് വാങ്ങിക്കാറ് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് ഗീ വാങ്ങിക്കുന്നത്. ഇത് നമുക്ക് നല്ല ലാഭമായിട്ടാണ് കിട്ടിയത്. നമ്മൾ ചെറിയ ഒരു ഗീൻ്റെ ബോട്ടിൽ വാങ്ങിക്കലിന് അത്യാവശ്യം കാശാവാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് നല്ലൊരു കാശിന് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഓയിലും നമുക്ക് വേണ്ട ഒരു ഐറ്റമാണ്, അതും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പരിപാടി? നമുക്കിനി ലഞ്ച് വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ലഞ്ച് നമുക്ക് ഏതായാലും സെമിയുടെ ഷോപ്പിൽ നിന്ന് പിസ്സ എടുക്കാം. പിന്നെ നമ്മൾ പോകുന്നത് മഞ്ഞിലോട്ടാണ് പോകുന്നത്. നമ്മൾ പാർക്കിലാണ് കേട്ടോ പോകുന്നത്. അവിടെ ഒരു പാർക്കിലാണ് ഈ ഒരു ആക്ടിവിറ്റി ഉള്ളത്. ഇത് കാര്യമായിട്ട് വലിയ സംഭവം കാര്യമൊന്നുമല്ല കേട്ടോ. ഇത് ഇവർ സ്ലഡിങ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിച്ചില്ലേ ആ സാധനത്തിൽ ഇങ്ങനെ കീന്ന് ഇറങ്ങുക, അതാണ് സംഭവം. നമ്മൾ സ്റ്റോറിൽ നിന്ന് എന്തായാലും ഒരു പിസ്സ വാങ്ങിച്ചിട്ടുണ്ടേ. അപ്പോൾ പിസ്സ കഴിച്ചിട്ട് നമുക്ക് ഏതായാലും ബാക്കി കാര്യത്തിലോട്ട് നടക്കാൻ നല്ല വിശക്കുന്നുണ്ട് കേട്ടോ. രാവിലെ നമ്മൾ കാര്യമായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ, ലൈറ്റ് ഫുഡല്ലേ കഴിച്ചുള്ളൂ. ടാനിക്ക് കൂട്ടീന് വാമിയുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഏതായാലും സെറ്റാണ്. അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് അവനെയും കൊണ്ട് ഇങ്ങനെ വിൻ്റർ ആക്ടിവിറ്റിക്കൊക്കെ വരുന്നത്. അപ്പം ഞാനൊരു പിസ്സ കഴിക്കട്ടെ. മാത്രമല്ല നമ്മൾ അഗിയേട്ടനൊരു കുഞ്ഞു ബേബി ഉണ്ട് കേട്ടോ. അപ്പോൾ വിയാൻ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ വിയു ബേബീനെ എന്തായാലും പുറത്തിറക്കാൻ പറ്റില്ല. അപ്പോൾ ശ്രുതി ഏതായാലും കാറിൽ തന്നെ ഇരിക്കുകയാണ്. ഞങ്ങൾ മാത്രമാണ് ഇപ്പോൾ പാർക്കിലോട്ട് പോകുന്നത്. Where's the sled? Where's the sled? I don't know. You don't go, right? Danny, va? It's in the car. Va? Where's ടാനിനെ ഈ വലിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഞങ്ങൾ ലാസ്റ്റ് വിൻ്ററിന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ വീടിൻ്റെ ബാക്ക് യാർഡിൽ ഇത് വലിച്ചു കൊണ്ടുപോകാറുണ്ട്. അപ്പം ഞങ്ങൾ അതേതിൽ കാറിലെടുത്തിട്ടായിരുന്നു.
പൊട്ടിപ്പോയി. Look how a snowball fights. Okay. Take a big one. Big scoop. Okay, Tanika. ടാനി ഇരിക്കുന്നതാണ് നല്ല രസമുണ്ട്. ടാനി ഇഷ്ടായോ? ഇതൊരു പാർക്കാണ് കേട്ടോ. കുട്ടികൾ സമ്മറിൽ വന്ന് കളിക്കുന്ന ഒരു പാർക്കാണ്. പക്ഷെ ഇത് വിന്റർ ആയപ്പോ അവർ ഇങ്ങനെ ഒരു സെറ്റപ്പും കൂടി ഇവിടെ ചെയ്തു. ഇതാണ് സെമി വാങ്ങിച്ച ബോട്ട്. Oh, ഇതിനകത്ത് കയറുക. ഇതിനെന്താ പറയാ? Sled. സ്ലെഡ്. അടിപൊളിയായില്ലേ? അത് നമ്മളൊന്നും പോയി നോക്കുക. നീ വരാൻ പിടിച്ചാ എന്താ കുറച്ച് സ്ലോ ഇതുണ്ട്. ഉണ്ടോ? മറിയോ തലകത്തൊന്നും അറിയണ്ടേ. ഞാൻ പോയി നോക്കട്ടെ. ഞാനും പിടിക്കേ, ഷൈമ ഞാനും പിടിക്കേ. സോറി ടാനി. അതാ സെമി പോയാ? എന്റെ പൊന്നെ, അതൊന്നും നിക്കട്ടെ. അയ്യടാ, സെമി ഒരു വട്ടം കൂടി ഇറങ്ങോ? അല്ലല്ല പോലെ ടാനിക്ക് ഒരു പേടിയില്ല കേട്ടോ. ആളിരിക്കണുണ്ടല്ലോ, ഭയങ്കര കൂളായിട്ട് ആൾ അതിലങ്ങോട്ട് കിടന്നിക്കുന്നു. എന്തായാലും രണ്ടാളും കൂടി ഒന്ന് പോയി നോക്കട്ടെ. ഇത് വലിയ സെറ്റപ്പ് സംഭവമൊന്നുമില്ല കേട്ടോ. ഇവിടെ ട്യൂബിലൂടെ ഒക്കെ പോകുന്ന കുറേ വിൻ്റർ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ അതിലൊന്നും പോയിട്ടില്ല. ഇത് ജസ്റ്റ് കുട്ടികൾക്ക് ഒന്ന് കൊണ്ടുവരാം എന്നുള്ള രീതിക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ തണുപ്പത്തും നമ്മൾ നല്ല കളിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ മാത്രമല്ല, നമ്മളെ പുറകെ ഇതാ വേറെ ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുട്ടികളെ കൂട്ടിയിട്ടാണ് എല്ലാവരും വരുന്നത്. ഇന്ന് എന്തായാലും വന്നത് നല്ല അടിപൊളിയായി എന്ന് പറയായിരുന്നു. നമ്മളെ കുട്ടികൾ എന്തായാലും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. ടാനിയും വാമിയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വാമി സ്കൂളിലൊന്നും പോയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം സ്നോ ബോൾ ഉണ്ടാക്കി കളിക്കാം. ഞാൻ ടാനിക്ക് സ്നോ ബോൾ ഉണ്ടാക്കി കൊടുക്കട്ടെ. ഈ ഒരു ഐറ്റം സ്നോ ബോളാക്കി വെക്കാൻ പറ്റിയ ഒരു കുട്ടികൾക്കൊക്കെ വെറുതെ പറ്റിക്കാൻ ഈ ഒരു സംഭവം നല്ലതാണ്. നമ്മൾ നല്ലതാ അടിപൊളി. അയ്യോ, എൻ്റെ സ്നോ പൊട്ടിപ്പോയി. നമുക്ക് ഇനി നല്ലൊരു സ്നോ ബോൾ വേറെ ഉണ്ടാക്കാം. അത് കാല് കവർ ചെയ്ത് കൊടുക്കുക ഷൈമ. ഇവിടെ വിൻ്റർ ആണെങ്കിലും ആളുകൾ പുറത്ത് നടക്കാൻ ഇറങ്ങും. കുട്ടികളെ കൂട്ടിയിട്ടൊക്കെ പുറത്തിറങ്ങുന്നത് കാണാം കേട്ടോ. നമ്മളൊക്കെ വീട്ടിലിരിക്കലാണ്. വിൻ്റർ എന്ന് കേട്ടാൽ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ് എനിക്കൊക്കെ. പക്ഷെ ഇങ്ങനെ ഇറങ്ങിയപ്പോഴല്ലേ മനസ്സിലായേ, നമ്മൾ പ്രോപ്പർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്. അതാ സ്നോബോൾ ഉണ്ടായി. ടാനിക്ക് സ്നോ പിടിക്കാൻ പറ്റണില്ല. ഓ, ഇവിടെ വിളിച്ചിട്ടുണ്ടല്ലോ. വന്നോളൂ. സ്വിംഗ് ഇഷ്ടായോ? ധാരാളം ഇവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കണം കേട്ടോ. ഈ കൊടും തണുപ്പത്ത് നമുക്കൊരു അബദ്ധം വന്നു കേട്ടോ. ടാനിനെ നമ്മൾ നല്ല അടിപൊളി ഷൂ ഇട്ട് കൊടുത്തില്ല. നമ്മൾ മഞ്ഞിലിറക്കാൻ ഈ ടൈപ്പ് ഷൂ അല്ല വേണ്ടേ. അത് വലിയൊരു അബദ്ധമായിപ്പോയി. എന്തായാലും ഇന്ന് തന്നെ അത് വാങ്ങിക്കണം. നമ്മളെ കയ്യിലില്ല. വരുന്ന വഴിക്ക് വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. എന്തായാലും വാങ്ങിച്ചില്ല കേട്ടോ. അത് നല്ലൊരു പണിയാണ് കിട്ടിയത്. കാരണം നല്ല തണുപ്പുണ്ട്. ഈ കാണുന്ന പോലെ അല്ല കേട്ടോ, ഭയങ്കര തണുപ്പുണ്ട്. നമ്മൾ ഇത്രയും ജാക്കറ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പ്രോപ്പർ ഡ്രസ്സ്, ഉള്ളിൽ തെർമലും കാര്യങ്ങളൊക്കെ ഇടണം. നമ്മൾ അതൊന്നും ഇടാത്തത് കൊണ്ടായിരിക്കാം ഇത്രയും തണുപ്പ്. ഇവിടെ നമ്മൾ വിൻ്ററിന് പ്രോപ്പർ ഡ്രസ്സ് ഇട്ടിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ. നമ്മൾ കൈയൊക്കെ മരവിച്ച് ആകെ പണിയാവേ. ഗ്ലൗസ് ഒന്നും ഇടാതെ പുറത്തിറങ്ങാനേ പറ്റൂല. നമ്മൾ ഗ്ലൗസ് ആണെങ്കിലും ജാക്കറ്റും ഉള്ളിൽ നല്ല തിക്കായിട്ടുള്ള ഡ്രസ്സും നല്ല ലെയർ ആയിട്ട് ഡ്രസ്സൊക്കെ നമുക്ക് അത്യാവശ്യം വേണം. എന്നാലും ഇവിടെ ഈ തണുപ്പത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ.
1, 2, 3, sit. 1, 2, 3, go. അങ്ങനെ നമ്മളെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ നാഗ്ര ഫോൾസിലുള്ള കേരള ക്യൂസീനിൽ വന്നതാണ്. ഇവിടെ നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. നമ്മളൊരു സ്നാക്ക് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്താ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മൾ ബീഫ് ചില്ലി പറഞ്ഞിട്ടുണ്ട്, ചിക്കൻ ഫ്രൈയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളേതായാലും വിശന്ന് ഒരു വിധമായിട്ടുണ്ട്. നമ്മൾ കാര്യമായിട്ട് ഇന്നൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ബിരിയാണി ഓർഡർ ചെയ്യുന്നുള്ളൂ കേട്ടോ. 2 എണ്ണം വാങ്ങിച്ചാൽ അത് വേസ്റ്റായി പോവും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ ഏതായാലും നേരെ വീട്ടിൽ പോവുകയാണ്. ഇന്ന് എന്തായാലും വെൽ സ്പെൻഡ് ആയത് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് വിൻ്റർ ആവുമ്പോൾ നമ്മൾ പുറത്തിറങ്ങില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ മടി പിടിച്ചിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മളെ സാധനങ്ങൾ നമുക്ക് എടുത്ത് വെക്കണ്ടേ. കൊടുന്ന സാധനങ്ങൾ അതുപോലെ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പിന്നെ സമാധാനം കിട്ടൂല കേട്ടോ. പിന്നെ ചിക്കനൊക്കെ പോർഷനാക്കി വെക്കണം. അത് പിന്നെ ഫ്രോസ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് എടുത്ത് വെക്കൽ പാടാണ്. അപ്പോൾ ഞാൻ എല്ലാം എനിക്ക് എന്ത് സാധനമാണെങ്കിലും വാങ്ങിച്ച ഉടനെ അത് അതിൻ്റെതായ രീതിക്ക് വെക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെക്കട്ടെ. ഈ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ഇതാണ് നമ്മളിവിടെ എപ്പോഴും യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് കോസ്കോന്ന് വാങ്ങിക്കുന്നത് ഭയങ്കര ലാഭമാണ് കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും വാങ്ങിക്കുന്ന പാലാണ്, അത് 3.25% ആണ് നമ്മൾ വാങ്ങിക്കാറ്. ടാനിക്ക് കുറച്ച് തിക്കായ പാലാണ് ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ ഈ കല്ലുമ്മക്കായ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കല്ലുമ്മക്കായ നിറവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ബ്രെഡ് ഉണ്ട്, ക്രോസോൺ ഇടുക, ഇതിൽ 30 എണ്ണം വരുന്നുണ്ട്. അപ്പം നമുക്കതും പോർഷനാക്കി വെക്കണം. പിന്നെ സെമി ഏതായാലും ചിക്കൻ പോർഷനാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി വരുന്നുണ്ട് കേട്ടോ. തൈസ് ആൻഡ് ലെഗ്സ് ആണ് ഞങ്ങൾ വാങ്ങിക്കാറുള്ളത്. ഇതാവുമ്പോൾ നമുക്ക് ചിക്കൻ ബേക്ക് ചെയ്യാനും കറിയിലും എല്ലാത്തിനും പറ്റുന്ന ഒരു പീസാണല്ലോ. അപ്പോൾ നമ്മൾ ഇതാണ് വാങ്ങിക്കാറുള്ളത്. ഇത് ഞാൻ ഇതുപോലെ സിപ്ലോക്ക് കവറിലാക്കിയിട്ട് വെക്കാറാണ് കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ എന്തായാലും ആവശ്യമുള്ളതല്ലേ. അപ്പോൾ നമ്മളിത് ഫ്രീസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എപ്പോഴും ഇങ്ങനെ പോയി വാങ്ങിക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോരോ സിപ്ലോക്ക് കവറിലാക്കിയിട്ട് വെക്കും. നമുക്ക് ആവശ്യത്തിനുള്ള അതിനനുസരിച്ചിട്ട് ഓരോ പോർഷനാക്കിയിട്ട് വെക്കാറാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ എന്തായാലും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോസോൺ ഇതുപോലെ സിപ്ലോക്കിലാക്കി വെക്കാം. രാവിലെയൊക്കെ നമുക്ക് ചിലപ്പോൾ മടിയുള്ള സമയമൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഞാൻ ക്രോസോനാണ് കേട്ടോ മെയിനായിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് നമുക്ക് എയർ ഫ്രയറിൽ പെട്ടെന്ന് ചെയ്യാം. നമ്മൾക്ക് ഇവിടെ നമ്മൾ ഒരു കോഫി ഷോപ്പിൽ പോവുകയാണെങ്കിലൊക്കെ നമുക്ക് ഇവിടെ കിട്ടാറുള്ള ഒരു ഐറ്റം ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫ്രഷ് ആയിട്ട് വീട്ടിൽ തന്നെ ബേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലേ. നമ്മൾ ക്രോസോൺ വാങ്ങിക്കുന്നേക്കാളും നല്ലത് ഇത് ബട്ടറും കൂടി വരുന്ന ഒരു ക്രോസോനാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ എന്തായാലും ഈ ഒരു ഐറ്റം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കാം. അപ്പോൾ പാലൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെക്കാട്. ടാനി ഉറങ്ങുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഒരു 5 മണിയാകുമ്പോൾ ആൾ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കാറിൽ തന്നെ അവൻ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനെ ഞാൻ ഉറക്കിയിട്ടുണ്ട്. ഇനിതാ പുറത്ത് മഞ്ഞിപ്പോഴും നിന്നിട്ടില്ല കേട്ടോ. ഇന്ന് ഫുള്ള് സ്നോയിലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. എന്നാലും നമുക്ക് ഇന്നത്തെ ഒരു ദിവസം അടിപൊളി തന്നെ ആയിരുന്നു. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.